അങ്ങനെ ഞാനും കണ്ടു എമ്പുരാൻ. എമ്പുരാനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എങ്ങനെയാ പോകുന്നത്? അതുകൊണ്ട് പെട്ടെന്നൊന്ന് വ്യക്തിപരമായ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോവാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ എമ്പുരാനെ സമീപിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ലൂസിഫർ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് ഇമോഷണൽ കണക്ഷനൊക്കെ ഉള്ള ഒരു ഫാമിലി സ്റ്റോറിയൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ എമ്പുരാൻ അങ്ങനെയല്ല. എമ്പുരാൻ ഒരു ഡയറക്ടർ മൂവിയാണ്, ഒരു ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കാനുള്ള മൂവിയാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മൂവിയാണ്, ഒരു മേക്കിംഗ് പരിപാടികളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അതുകൊണ്ട് എമ്പുരാൻ 100% എനിക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റി, എനിക്കിഷ്ടപ്പെട്ടു. ബേസിക്കലി ഞാനൊരു മമ്മൂക്ക ഫാനാണ്, ലാലേട്ടൻ ഫാനല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കുറെ കാലം കൂടിയിട്ട് എനിക്ക് ലാലേട്ടൻ ഒരു കുറച്ച് ഗൂസ് ബംസ് ഒക്കെ തന്ന് ലാലേട്ടനെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു തോന്നുമല്ലോ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ആ ഒരു ഫീലൊക്കെ തന്നു. അതേപോലെ തന്നെ മൈ ഓൾ ടൈം ഫേവറേറ്റ് ആക്ട്രസ് മഞ്ജു വാര്യർ അടിപൊളിയായിട്ട് ചെയ്തു. ലൂസിഫറിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ എമ്പുരാനിലാണ് തകർത്തഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ടോവിനോന്റെ ക്യാരക്ടറിൽ ഒരുപാടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, നന്നായിട്ടിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ സജന ചന്ദ്രന്റെ ക്യാരക്ടർ ചെയ്ത സുരാജ് വെഞ്ഞാറമൂടാണ്. ചെറിയൊരു ചിരിയൊക്കെ ആകെപ്പാടാ തിയേറ്ററിലൊന്ന് ചിരിച്ചത് ഈ സജന ചന്ദ്രന്റെ 1-2 ഡയലോഗുകൾ മാത്രമാണ്. ആ ക്യാരക്ടർ ആരെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഇപ്പം സാങ്കല്പികമല്ലാത്ത ഒറിജിനലായിട്ട് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നല്ല ചിരിയൊക്കെ പൊട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ പൃഥ്വിരാജ് സ്ക്രീനിൽ വരുമ്പം ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു ഗൂസ് ബംസും എന്തോ എനിക്കറിയില്ല, എന്നിലെ വായി നോക്കിയുടെ ഒരു പുരുഷ സങ്കല്പത്തിലുള്ള ഒരാളാണ് പൃഥ്വിരാജ്. പണ്ട് കുഞ്ചാക്കോ ബോബനായിരുന്നു, ഇപ്പം പൃഥ്വിരാജാണ്. എനിക്ക് നാണക്കേടൊന്നുമല്ല പറയാൻ. പൃഥ്വിരാജിന്റെ പോസ്റ്റിന് അടിയിലൊക്കെ ഞാൻ കമന്റ് ചെയ്യുമ്പോഴേ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് സ്ത്രീയെ ഇയാളോട് ഇത്ര വൈരാഗ്യം? സത്യമായിട്ടും വൈരാഗ്യമല്ല, ഇഷ്ടം കൂടിയിട്ടാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചില ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ, അതായത് ചില നിലപാടുകൾ, ചില ആറ്റിറ്റ്യൂഡ്, അതൊക്കെ വരാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ അല്ലേ, അതുകൊണ്ട് എഴുതുന്നതാണ്. അതല്ലാതെ ഒരു വ്യക്തിപരമായ ദേഷ്യവും ഒന്നുമില്ല. വളരെ സന്തോഷമാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ അപ്പിയറൻസ്, ഫൈറ്റ്, അതായത് മറ്റേ സ്റ്റീഫൻ നെടുമ്പള്ളിയും പൃഥ്വിരാജും കൂടെ ലാസ്റ്റ് നടത്തുന്ന ഒരു ഫൈറ്റ് കണ്ടു, ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയാൻ വന്നത്, ഈ സിനിമയ്ക്ക് ഇത്രയും ഹേറ്റ് ക്യാമ്പയിൻ നടന്നത് ഒരു ഗോത്ര കലാപമോ ബജ്രംഗി എന്നുള്ള പേരോ ഒന്നും ആയിരുന്നില്ല. ഈ സിനിമയിൽ ഗോത്ര കലാപത്തിന്റെ തുടർച്ചയായിട്ട് കാണിക്കുകയാണ്. അതായത് ഹിന്ദുത്വവാദികൾ ഒരു അക്രമം അഴിച്ചുവിടാണ് മുസ്ലിംസിനെതിരെ. അപ്പോൾ ഒരു മുസ്ലിം ഫാമിലി രക്ഷപ്പെട്ടു ഓടുന്ന ഒരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ് ഒരു ട്രാക്ടറിൽ കയറി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ വീട്ടിലാണ് ചെല്ലുന്നത്. ഒരു ഹിന്ദു സ്ത്രീയാണ് അവർ. അപ്പം എനിക്ക് തോന്നുന്നത് ആ നാട്ടിലൊരു നാട്ടുപ്രമാണി പോലത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ, ഇവരോട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഈ രക്ഷപ്പെട്ട് വന്ന മുസ്ലിംസിനോട് പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ക്രൂരതയൊന്നും ഹിന്ദു വിശ്വാസമോ മതമോ അല്ല. ഇതൊരു വൃത്തികെട്ട രാഷ്ട്രീയ കളി മാത്രമാണ്. ഇതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല, മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഇല്ല, ആത്മാവോ മാനമോ ഇല്ല. ഇത് രാഷ്ട്രീയവും മതവും കൈകോർക്കുമ്പോൾ വെടിമരുന്നിലേക്ക് എറിയുന്നൊരു തീയാണെന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ ഇനി വരുന്ന തലമുറകളും നിങ്ങളുടെ കുഞ്ഞുമക്കളും ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനൊരു വാക്ക് ആ സ്ത്രീ പറയുന്നുണ്ട്. ഇതാണ് ഈ സിനിമയ്ക്ക് എതിരായി നടന്ന ഹേറ്റ് ക്യാമ്പയിനുള്ള കാരണം. ഈ ഡയലോഗുകളാണ് ഇന്നത്തെ കാലത്ത് പറയേണ്ടത്. ഇന്നത്തെ കാലത്ത് പറയേണ്ട ഒരു ഡയലോഗാണിത്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്. ഈ തിരിച്ചറിവാണ് ഈ സിനിമയിലേക്കുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവാനുള്ള കാരണം. അല്ലാതെ ഒരു ഗോത്ര കലാപമോ ബജ്രംഗിയുടെ പേരോ ഒന്നും ആയിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിനിമ എടുത്തിട്ട് 4 പേർക്കത് വിഷമമുണ്ടാക്കി, മനോവിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞ് അതിൽ കത്രിക വയ്ക്കാൻ നിന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആ കത്രിക വയ്ക്കാൻ
പോകുന്ന ഒരു മനോഭാവത്തെക്കുറിച്ച് ഡോക്ടർ അരുൺ കുമാർ ഒരു ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു റീസെൻസറിങ് ആവശ്യപ്പെട്ടു, ഒരു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടില്ല, ഒരു സംഘടന ആവശ്യപ്പെട്ടില്ല, ഒരു പരാതി പോയിട്ടില്ല, ഒരു പാർട്ടി ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഞങ്ങൾ ഇത് ചെയ്തോളാം, കട്ട് ചെയ്തോളാം എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു മനോനിലയിലേക്ക് എത്തിയെങ്കിൽ അതാണ് നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ് എന്നാണ് ഡോക്ടർ അരുൺ കുമാർ എഴുതിയത്. എന്തൊരു ഭീരുത്വമാണിത്, എന്തൊരു ഭീരുത്വമാണ്. നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഇതുപോലത്തുള്ള വർഗീയവാദികൾക്കെതിരെ ഒരു പടം എടുത്തിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് മനോവിഷമമുണ്ടാക്കി, എങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം എന്നൊരു തീരുമാനത്തിലെത്തിയപ്പോൾ ഈ വർഗീയവാദികൾക്കെതിരായിട്ട് യാതൊരു തര പിന്തുണയുമില്ലാതെ, ഒരു സംഘടനയുടെയോ പണപരമായോ യാതൊരു സപ്പോർട്ടുമില്ലാതെ, ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ ഇതുപോലുള്ള വർഗീയവാദികൾക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനടക്കമുള്ള സാധാരണക്കാരുടെ ചെകിടത്ത് അടിച്ച അടിയാണത്. ഈ പോസ്റ്റിന്റെ അടിയിൽ വന്ന് പറയുന്നുണ്ടാവും, നല്ല കരച്ചിലാണല്ലോ, നല്ല കരച്ചിലാണ്. രാജ്യം വർഗീയവാദികൾക്ക് ഉറ്റുകൊടുക്കുന്നതിലുള്ള കരച്ചിലാണത്. ഇന്നത് മനസ്സിലായില്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജിനോടാണ്. മറ്റാരോടൊന്നും സംസാരിക്കാനില്ല, പൃഥ്വിരാജിനോട് മാത്രമാണ്. നിങ്ങളിൽ നിന്ന് ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചത്, നിങ്ങളിൽ നിന്ന് ഇതല്ല ആഗ്രഹിച്ചത്, ഈ ഒരു നിലപാടായിരുന്നില്ല. അതിൽ തീർത്തും വിയോജിപ്പ്, കടുത്ത വിയോജിപ്പ്, നിരാശ. അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നു.